ശ്രീ അനൂപ്, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങ് പ്രകാശ് മാസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ. അൻവറിന്റെ പിറകെ, അൻവർ ഒരു ഫാക്ടർ അല്ലെങ്കിൽ അൻവറിന്റെ പിറകെ പോയത് എന്തിനാണ്? ആ ചോദ്യത്തിന് മറുപടി വേണം. അത് പറയാം. ഇവിടെ അൻവർ എന്നല്ല ആരെയും വില കുറച്ച് കാണുന്ന ഒരു സമീപനം ഞങ്ങൾക്കില്ല. ഞങ്ങളുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ആരെയും നാളെ പ്രകാശൻ മാസ്റ്റർ അത്തരം ഒരു നിലപാടെടുത്ത് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്നേ. ഞങ്ങൾ പിണറായി വിജയനെതിരെ, CPM-ന്റെ പിണറായി വൽക്കരണത്തിനെതിരെ സംസാരിക്കുന്ന ആരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചില നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. പക്ഷെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ പ്രകാശൻ മാസ്റ്ററെ പോലെ ഒരാൾ, ദീർഘമായ രാഷ്ട്രീയ അനുഭവപരിചയമുള്ള ഒരാൾ, സ്വരാജ് വലിയ സംഭവമാണ് എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറയാൻ പറ്റാത്ത വിധം ഇത്ര വലിയൊരു വ്യക്തിപൂജ നടത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന KPR ഗോപാലിനെ പോലെയാണ് ഇവർ സ്വരാജിനെ കുറിച്ച് പറയുന്നത്. എന്താണ് സ്വരാജിനെ ഇത്ര വലിയ മഹാഗോപുരമാക്കി നിങ്ങൾ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അദ്ദേഹത്തിന്റെ KPR ഗോപാലൻ വേറൊരു കാലത്ത് ജീവിച്ചാണെന്ന് വെക്കാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സിന്ധു ജോയി ഏർപ്പെട്ട പോലുള്ള മർദ്ദനം പോലും ഏൽക്കാത്ത അത്തരം ഒരു അനുഭവ പരിചയം പോലും ഇല്ലാത്ത ആളാണ് സ്വരാജ്. പിന്നെ അദ്ദേഹം മലയാള ഭാഷാ പണ്ഡിതനാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യത്തിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന തരത്തിൽ അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം ഇത്ര വലിയ പ്രാസംഗികനാണ്, പ്രഭാഷകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇന്ന് ഒരു പ്രസംഗം കേട്ടു നോക്കി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ പറയുന്ന വാര്യം കുന്നനെ മർദ്ദിച്ച് പരിണിതപ്രജ്ഞനാക്കി, മൃതപ്രായനാക്കി എന്നാണ് ഉദ്ദേശിച്ചത്. പരിണിതപ്രജ്ഞൻ എന്ന് പറയുന്നത് ബുദ്ധിമാനാ. അദ്ദേഹത്തെ കൊല്ലാറാക്കി എന്ന് പറയുന്നത് മായാവിൽ മമ്മൂട്ടി പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്ന ഒരാളാ. അപ്പൊ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മണ്ടത്തരം പറഞ്ഞാൽ അത് ആഘോഷിക്കുന്നത്ര വിവരമില്ലാത്ത ആളുകൾക്ക് അത് ആഘോഷിക്കാന്നേ. സ്വരാജ് അത്ര വലിയ സംഭവം എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് സംഭവം. നിലമ്പൂരിലെ ജനങ്ങളാണ് സംഭവം. ഞങ്ങൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാ. ഒരാളെയും, അൻവർ എന്നല്ല ഒരാളെയും ഞങ്ങൾ അവമതിക്കാനില്ല. അർഹിക്കുന്ന വലിപ്പം എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കും. പക്ഷെ അർഹിക്കുന്നതിലധികം വലിപ്പം ആർക്കും ഞങ്ങൾ കൊടുക്കില്ല. നോമിനേഷൻ പിൻവലിച്ച മത്സരത്തിൽ നിന്ന് പിന്മാറും എന്നൊരു പ്രതീക്ഷ UDF-ന് ഇപ്പോഴും ഉണ്ടോ? അൻവർ നോമിനേഷനൊക്കെ പിൻവലിച്ച് നിങ്ങളോടൊപ്പം ചേരുന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അൻവർ നോമിനേഷൻ പിൻവലിക്കുന്നതിന് ആശ്രയിച്ചല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വരികയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനുള്ള സന്നദ്ധത ഞങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു. തീർച്ചയായും ഇന്ത്യയിൽ ഏത് വ്യക്തിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം മത്സരിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു മത്സരിക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കുന്നത് ഒരു കാര്യം ഞങ്ങൾ പറയാം. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ RSS അനുകൂല സമീപനത്തിനെതിരെയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ, അതിന്റെ കേരളത്തിനകത്ത് അതിന്റെ പ്രയോക്താവായ, അതിന്റെ പ്രചാരകനായ, അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്ന പിണറായി വിജയനെതിരാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങൾ ഉയർത്തുന്നത്, നിലമ്പൂരിൽ ഞങ്ങൾ ഉയർത്തുന്നത്, വാര്യംകുന്നന്റെ മണ്ണിൽ ഞങ്ങൾ ഉയർത്തുന്നത് ചതിയുടെ സംഘപരിവാറിന് വേണ്ടി ഇവിടുത്തെ കേരളത്തിന്റെ ജനതയെ ചതിക്കുന്നവരുടെ രാഷ്ട്രീയമാണ്. ചതിയന്മാരാരാണെന്ന് നിലമ്പൂരിന്റെ മണ്ണിൽ ഞങ്ങൾ ആവർത്തിച്ച് തുറന്നു കാട്ടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുറന്നു കാട്ടപ്പെടും.